എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷീബാസാണ്. എനിക്ക് കഞ്ഞിക്കുഴിയാണ് താമസിക്കുന്നത്. എനിക്ക് ഇന്ന് നല്ല ടെൻഷൻ ഉണ്ട്. എന്തോ ഇന്ന് സംസാരിക്കാനായിട്ടൊരു വയ്യാഴിക തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ ലീഡേഴ്സിനെ അറിയിച്ചു, പക്ഷെ അവർ സമ്മതിച്ചില്ല. എങ്കിലും അവർ പറഞ്ഞൊരു കാര്യം കൃത്യമായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെ കയറിയതാണ്, പേര് വിളിച്ചപ്പോൾ തന്നെ. അപ്പം എന്താ പറയുക, നമ്മൾ ഇന്നിപ്പോ ഒരു BOP ഇവിടെ ഈ ബോർഡിൽ അറേഞ്ച് ചെയ്തു. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു BOPയോ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ പ്ലാൻ നിങ്ങൾ എല്ലാവരും കേട്ടു. ആ ഒരു പ്ലാന് കൃത്യമായിട്ടും കേട്ടിട്ടൊന്നും കയറുന്ന ആളല്ല ഞാൻ. ഏകദേശം 2 വർഷത്തോളമായി ഞാൻ ഈ ഒരു കൺസെപ്റ്റ് ഏറ്റെടുത്തിട്ട്. അപ്പം എന്താ പറയുക, കയറി വന്നു കഴിഞ്ഞ് നമ്മൾ ഈ ഒരു കമ്പനിയെ കുറിച്ച്, അതിന്റെ പ്ലാനുകളെ കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ കമ്പനിയുടെ 3ാമത്തെ റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. എന്റെ ഫാമിലിയിലെ ഹസ്ബൻഡ് 2ാമത്തെ റാങ്ക് ടച്ച് ചെയ്ത് നിൽക്കുന്നു. പിന്നെ കുട്ടികൾ 2 പേരുണ്ട്. അവരും ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നു. പിന്നെ നമ്മുടെ 3ാമത്തെ റാങ്കിൽ കുറെ കിട്ടാവുന്ന വരുമാനങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ അൻസു മാഡം വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ പ്ലാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് 3ാമത്തെ റാങ്കിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളെല്ലാം നേടിയെടുത്ത ആണ് ഞാൻ. അപ്പം നിങ്ങൾക്കും ഇന്ന് ഇതിനകത്ത് ഗസ്റ്റുകളായിട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ടും പ്ലാന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ടും ആരാണോ നമ്മളെ ഇവിടെ ഈ വേദിയിലേക്ക് കൊണ്ടുവന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകാം. എന്താണെങ്കിലും നമുക്ക് ഇപ്പൊ സുധരാടം പറഞ്ഞ പോലെ തന്നെ നമ്മൾ 50 വയസ്സിന് മേലുള്ളവർ തീർച്ചയായിട്ടും ആ ഒരവസരം നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ തനിയെ എന്നുള്ളൊരു വിചാരത്തോടെ, അപ്പൊ നമുക്കൊരു പാസീവ് ഇൻകം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു കൺസെപ്റ്റിനെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. എന്താണ് തീർച്ചയായിട്ടും നല്ലൊരു വരുമാനം നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് സാധിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ 1ാമത്തെ റാങ്കും 2ാമത്തെ റാങ്കും 3ാമത്തെ റാങ്കും ഒക്കെ നമ്മളിപ്പോ ഇവിടെ പരിചയപ്പെട്ടു. ഇനി നമ്മുടെ 13ാമത്തെ റാങ്ക് വരെയുള്ള ആളെ നമ്മൾ കാണാനായിട്ട് പോകുന്നു. അപ്പം കൂടുതൽ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ സാധനം നമ്മളെക്കാട്ടിലും ഒക്കെ എന്താ പറയുക 13ാം റാങ്ക് എത്തിയതിന്റെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കും. അപ്പം എന്താണ് തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നതെന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്നു. ഓക്കെ, പറയുന്നത്. ഓക്കെ, താങ്ക് യു.